ആദ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് ആദ്യം തന്നെ പാണക്കാട്ടേക്കാണല്ലോ വരുന്നത്. തീർച്ചയായും നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി, ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ, തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാൻ. അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി. മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻ്റൊക്കെ ഇവിടെയുണ്ട്, ഇക്ബാൽ മാസ്റ്ററൊക്കെ എൻ്റെ ഇവിടെയുണ്ട്. വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ, കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു. പിന്നീട് ഒരുമിച്ച് UDFൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം. ഞാനെൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കൊടപ്പനക്കുന്നിൽ തറവാട്ടിലെന്ന് തങ്ങൾ ഹജ്ജിന് പോയതായിരുന്നു. ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ഹജ്ജിന് പോയത്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് നേരെ 4 മണിക്ക് അങ്ങോട്ട് എത്തിയത്. തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാണ് വന്ന്, ഹജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകാൻ, അതിനുവേണ്ട ഉപദേശങ്ങൾ തരാൻ, നിർദ്ദേശങ്ങൾ തരാൻ. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം UDFൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും. PK പണ്ടൊക്കെ പറയാറുണ്ട്, പിന്നെ മാണി സാറ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉമ്മൻചാണ്ടി എഴുതെങ്കിൽ. അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് മിസ് ചെയ്യുന്നത്, മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞാക്കയില്ല. ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്കയില്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇത്രമാത്രം എന്താ പറയുക, ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് ഇവിടെ തങ്ങളെടുത്ത് വന്നത്.